ഒന്നോ രണ്ടോ ദിവസത്തെ പണി കിട്ടിയതിന് സമാധാനമായിരുന്നു. ഓണമൊക്കെ അല്ലേ വരുന്ന, കയ്യിലൊരു പൈസയും ഇല്ല. ശോഭേച്ചി, ആ മോളെ, ഞാനിപ്പൊ ശോഭേച്ചിനെ പറ്റി ആലോചിക്കുള്ളൂ. ഇവിടെ എന്റെ ഒരു ദിവസത്തെ പണി എങ്ങാനുണ്ടെങ്കിൽ അത് ഇന്നെ ഞാനും ആലോചിച്ചത്. എനിക്ക് വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കണം, പിന്നെ ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഓണത്തിന് കുറെ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടേ. എന്നാ ഞാൻ ഇന്ന് തന്നെ അങ്ങ് ചെയ്യട്ടെ? ഓ ആയിക്കോട്ടെ, ശോഭേച്ചി എന്ത് ചെയ്തോന്നാ. ആയിക്കോട്ടെ. ആ ശോഭേച്ചി, ഓ ഞാനൊന്ന് പേരാമ്പ്ര പോയിട്ട് വരാട്ടോ. മോള് വേഗം വരികയല്ലേ? ആ പണി കയറാനാകുമ്പോഴത്തേക്ക് ഞാനിങ്ങ് വരും. ഓ എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഒന്ന് നോക്കിയാൽ മതിയേ. പണി കയറുമ്പോഴത്തേക്ക് അവള് വരുമെന്ന് പറഞ്ഞേനല്ലോ, എന്താന്നേക്കും വരാത്ത? വരണ്ടായില്ല, പോട്ടെ, വെറുതെ നിൽക്കുകയായിരിക്കും. ഹലോ ഹലോ ശോഭേച്ചി, പണി കയറിയോ? ഓ പണി കയറി, ഞാൻ വീട്ടിലെത്തി മോളെ. അയ്യോ, കൂലി തരാന് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ലല്ലോ. ചെറിയൊരു തിരക്കിലായി പോയി. ഞാൻ കാത്ത് ആടെ നിന്നേ. മോള് വരാണ്ടായാലും ഞാനിങ്ങ് പോകുന്നതാ. ശോഭിച്ചി, പേരാമ്പ്രക്കെങ്ങാനും വരാനുണ്ടോ? വൈകുന്നേരം ആയില്ലേ മോളെ, ഞാൻ ഇനി എപ്പോഴാ പേരാമ്പ്രക്ക് എത്തുക? ഞാൻ നാളെ തന്നാ മതിയോ കൂലി? ഈ കുറച്ച് അത്യാവശ്യം ഉണ്ടായിനെ, അതാണ് ഞാൻ പണി അന്വേഷിച്ച് വന്ന്.